ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ഷൻസിനെ കുറിച്ചാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടറായി മാറുന്ന റിയാക്ഷൻസ്. അപ്പോൾ ഇത്തരം റിയാക്ഷൻസ് ഒരു സ്പെഷ്യൽ കാറ്റഗറി റിയാക്ഷനിലാണ് പെടുന്നത്. അവരെ നമ്മൾ എക്സ്പ്ലോഷൻ റിയാക്ഷൻസ് എന്ന് പറയും. അതായത് എക്സ്പ്ലോഷൻ നടക്കാൻ സാധ്യതയുള്ള റിയാക്ഷൻസാണ് ഇവർ. ഇത് ചെയിൻ റിയാക്ഷൻസിൻ്റെ ഒരു സബ് കാറ്റഗറി ആയിട്ട് നമുക്ക് പെടുത്താം. അപ്പോൾ നമ്മൾ ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ന്യൂക്ലിയർ ചെയിൻ റിയാക്ഷൻസിൽ ഫിഷൻ നടക്കുന്ന സമയത്ത് രണ്ടോ അതിലധികമോ ന്യൂട്രോണുകൾ ഉണ്ടാകും ഓരോ ഫിഷൻ്റെയും ഭാഗമായിട്ട്. ആ ഉണ്ടാകുന്ന ഓരോ ന്യൂട്രോണുകളും ഫർദർ ഫിഷൻ നടത്തും. അങ്ങനെ ആ നമ്പർ ഓഫ് ഫിഷൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുകയും അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ അവിടെ നടക്കുകയും ചെയ്യും. അൾട്ടിമേറ്റ്ലി ദാറ്റ് ലെഡ്സ് ടു എക്സ്പ്ലോഷൻ. അത്തരത്തിലുള്ള ഒരു മെക്കാനിസമാണ് ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ഷൻ്റെ കേസിലും സംഭവിക്കുക. നമ്മൾ പൊതുവേ അത്ര അപകടകാരിയല്ല എന്ന് വിചാരിക്കുന്ന ഒരു റിയാക്ഷനാണ് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വെള്ളമായി മാറുന്ന റിയാക്ഷൻ. പക്ഷേ ഈ ഒരു ഡെമോൺസ്ട്രേഷനിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ആ ബലൂണിനുള്ളിൽ ഹൈഡ്രജൻ നിറച്ചിരിക്കുവാണ്. ബലൂൺ ഒരു ഹീറ്റഡ് എലമെൻറ്റ് കൊണ്ട് പൊട്ടിച്ച് കഴിയുമ്പോഴത്തേനും ഓക്സിജനുമായിട്ട് ഈ ഹൈഡ്രജൻ റിയാക്ഷനിൽ നടക്കുകയും എക്സ്പ്ലോഷൻ സംഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വാട്ടർ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ വാട്ടർ വേപ്പറായിട്ട് മാറും. അപ്പോൾ ഇതത്ര നിരുപദ്രവകാരിയായിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ല എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് നടക്കാനുള്ള സാധ്യതയുണ്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ടുള്ള ഈ ടിപ്പിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സെമനോവ് ആൻഡ് ഹിൻഷെൽവുഡ് ഇവർ രണ്ടുപേരും ചേർന്ന് ഒരു മെക്കാനിസം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവരതിനെ ബ്രാഞ്ചിങ് ചെയിൻ റിയാക്ഷൻസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സാധാരണ ചെയിൻ റിയാക്ഷൻസ് അല്ല, അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായ ഒരു മെക്കാനിസമാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അവരെ നമ്മൾ ബ്രാഞ്ചിങ് ചെയിൻ റിയാക്ഷൻസ് എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ചില സാഹചര്യങ്ങളിൽ എക്സ്പ്ലോഷൻ നടക്കുകയും ചില സാഹചര്യങ്ങളിൽ എക്സ്പ്ലോഷൻ നടക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ഷൻ്റെ കേസിൽ ചില കണ്ടീഷൻസ്, പ്രത്യേകിച്ച് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസിൽ എക്സ്പ്ലോഷൻ നടക്കുകയും വേറെ ചില ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷൻസിൽ എക്സ്പ്ലോഷൻ നടക്കാതിരിക്കുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ലിമിറ്റുകളെ, ഏത് പ്രഷർ ടെമ്പറേച്ചർ പോയിൻറ്റിലാണ് എക്സ്പ്ലോഷൻ നടക്കുന്നത്, ആ ലിമിറ്റുകളെ നമ്മൾ എക്സ്പ്ലോഷൻ ലിമിറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ റിയാക്ഷനിൽ അങ്ങനെ പല ലിമിറ്റുകളുണ്ട്. ചില പ്രഷർ വരെ എക്സ്പ്ലോഷൻ നടക്കും, പിന്നീട് എക്സ്പ്ലോഷൻ നടക്കാതിരിക്കും, പിന്നെ മറ്റൊരു പോയിൻ്റ് എത്തിക്കഴിയുമ്പോൾ എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ അത്തരത്തിലുള്ള ലിമിറ്റുകളെ നമ്മൾ എക്സ്പ്ലോഷൻ ലിമിറ്റുകൾ എന്ന് വിളിക്കും. അപ്പോൾ നമ്മൾ ഈ മെക്കാനിസം പഠിക്കുന്ന സമയത്ത് എന്താണ് ഈ ബ്രാഞ്ചിങ് ചെയിൻസ്, അതിൻ്റെ മെക്കാനിസം എങ്ങനെയാണ്, ഈ എക്സ്പ്ലോഷൻ ലിമിറ്റുകളെ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഹൈഡ്രജൻ ഓക്സിജൻ റിയാക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ബ്രാഞ്ചിങ് ചെയിൻ റിയാക്ഷൻസ്. ചെയിൻ റിയാക്ഷൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇനിഷ്യേഷൻ, പ്രൊപ്പഗേഷൻ, ടെർമിനേഷൻ എന്ന് 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളിലൂടെയാണ് ഒരു ചെയിൻ റിയാക്ഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പിൽ ചെയിൻ ക്യാരിയേഴ്സ് ഫർദർ ഉണ്ടാവും. അവർ ആ ചെയിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. അതായത് റിയാക്ഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അതാണ് ഒരു സാധാരണഗതിയിലുള്ള ചെയിൻ റിയാക്ഷൻസ്. അപ്പോൾ ഇവിടെ ബ്രാഞ്ചിങ് ചെയിൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇപ്പം പല ബ്രാഞ്ചസ് ആയിട്ട് ഈ റിയാക്ഷൻ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഇതാണ്: ദ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് പ്രൊഡ്യൂസസ് 2 or more റാഡിക്കൽസ് ഫ്രം 1. അപ്പം ഒരു റാഡിക്കൽ ഉപയോഗിച്ച് ഒരു റിയാക്ഷൻ നടത്തുന്ന ഒരു പ്രൊപ്പഗേഷൻ റിയാക്ഷനാണ്. ഒരു റാഡിക്കൽ കൺസ്യൂം ചെയ്തു, പക്ഷേ പകരം നമുക്ക് പ്രോഡക്റ്റായിട്ട് 2 or അതിലധികമോ റാഡിക്കലുകൾ ഉണ്ടാവും. ഈ 2 റാഡിക്കലുകൾക്കും ഫർദർ റിയാക്ഷൻ നടത്താനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ, സ്പീഡിൽ റിയാക്ഷൻസ് പ്രൊസീഡ് ചെയ്യും. അതാണ് ഈ ബ്രാഞ്ചിങ് ചെയിൻ റിയാക്ഷൻസിൻ്റെ ഒരു പ്രത്യേകത. ദർ വിൽ ബി എ പോസിബിലിറ്റി ഓഫ് റാപ്പിഡ് ഇൻക്രീസ് ഇൻ റേറ്റ് ആൻഡ് സംടൈംസ് ആൻ എക്സ്പ്ലോഷൻ വിൽ ഹാപ്പൻ. അപ്പോൾ ഒന്നിൽ നിന്ന് ഒരു റാഡിക്കലിൽ നിന്ന് 2 റാഡിക്കൽ ഉണ്ടായി. ആ 2 റാഡിക്കൽ റിയാക്ട് ചെയ്യും, 4 റാഡിക്കലുകൾ ഉണ്ടാവും. ആ 4 റാഡിക്കലിൽ നിന്ന് ഫർദർ 8 റാഡിക്കലുകൾ ഉണ്ടാവും. അങ്ങനെ ആ റിയാക്ഷൻസ് വളരെ വേഗത്തിൽ മുന്നോട്ട് പോവുകയും അൾട്ടിമേറ്റ്ലി എക്സ്പ്ലോഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ടാകുകയും ചെയ്യും. The temperature and pressure of the reaction mixture will determine whether explosion will happen or not. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിയാക്ഷൻ്റെ കേസിൽ, പ്രത്യേകിച്ചും നമ്മുടെ H2O2 റിയാക്ഷൻസിൻ്റെ കേസിൽ, ഏത് ടെമ്പറേച്ചർ പ്രഷർ കണ്ടീഷനിലാണോ നമ്മൾ റിയാക്ഷൻ നടത്തുന്നത്
അതനുസരിച്ച് എക്സ്പ്ലോഷൻ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എ മെക്കാനിസം ഫോർ ദിസ് ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് വാസ് പ്രപ്പോസ്ഡ് ബൈ സെമനോവ്, ഹിൻഷൽവുഡ് ആൻഡ് തോംസൺ. അതിൽ സെമനോവിനെയും ഹിൻഷൽവുഡിനെയും ചേർത്താണ് മെക്കാനിസം പറയുന്നത്. ഓൾസോ തോംസൺ എന്ന് പറഞ്ഞൊരു സയൻറ്റിസ്റ്റ് കൂടി ഈ മെക്കാനിസം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. സൈമൾട്ടേനിയസ്ലി പ്രപ്പോസ് ചെയ്ത മെക്കാനിസമാണ്. അവർ ചെയ്തത് ഇത്രയേ ഉള്ളൂ, എ സ്റ്റോഷിയോമെട്രിക് മിക്സ്ചർ ഓഫ് 2 ഗ്യാസസ്. അപ്പം നമ്മുടെ കയ്യിലുള്ള ഗ്യാസസ് ഏതൊക്കെയാണ്? ഹൈഡ്രജനും ഓക്സിജനും. അതെടുക്കുന്നു. അവർക്ക് കിട്ടിയ ഒബ്സർവേഷൻ ഇതാണ്: ഇറ്റ് വിൽ എക്സ്പ്ലോഡ്സ് സ്പോണ്ടേനിയസ്ലി അറ്റ് എനി പ്രഷർ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് about 600 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നു. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടറായി മാറുന്ന റിയാക്ഷൻസ്. അത് 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ ഏത് സാഹചര്യത്തിലും എക്സ്പ്ലോഷൻ നടക്കും. പ്രഷറൊന്നും അവിടെ ബാധകമല്ല. ഏത് പ്രഷറിലാണെങ്കിലും നമുക്ക് എക്സ്പ്ലോഷൻ റിയാക്ഷൻ നടക്കും. ബിലോ 460 ഡിഗ്രി സെൽഷ്യസ്, അതായത് 460 ഡിഗ്രി സെൽഷ്യസിന് താഴെ ദർ ഈസ് നോ എക്സ്പ്ലോഷൻ അറ്റ് എനി പ്രഷർ. അപ്പോൾ 460 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണെങ്കിൽ അവിടെ എക്സ്പ്ലോഷൻ നടക്കത്തില്ല, എത്ര പ്രഷർ നമ്മൾ കൂട്ടിക്കൊടുത്താലും, അൺലെസ് എ സ്പാർക്ക് ഈസ് പാസ് ത്രൂ ദ മിക്സ്ചർ ഓർ എ ഫ്ലെയിം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ്. അപ്പോൾ 460 ഡിഗ്രി സെൽഷ്യസിൽ സ്പോണ്ടേനിയസ് ആയി എക്സ്പ്ലോഷൻ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ നമ്മളൊരു ഇലക്ട്രിക് സ്പാർക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഹീറ്റഡ് ഫ്ലെയിം അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നേരത്തെ നമ്മൾ ആ ബലൂണിൻ്റെ കേസിൽ കണ്ട പോലെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ നമുക്ക് 2 ടെമ്പറേച്ചർ കണ്ടീഷൻസ് ഉണ്ട്. 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ എന്ത് സംഭവിച്ചാലും എക്സ്പ്ലോഷൻ നടക്കും. 460 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ എക്സ്പ്ലോഷൻ നടക്കില്ല, അൺലെസ് നമ്മളൊരു എക്സ്റ്റേണൽ കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ. സോ ബിറ്റ്വീൻ 460 ആൻഡ് 600 ഡിഗ്രി സെൽഷ്യസ് എക്സ്പ്ലോഷൻ വിൽ ഹാപ്പൻ അറ്റ് സർട്ടൺ പ്രഷേഴ്സ് ബട്ട് നോട്ട് അറ്റ് അതേഴ്സ്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത, 600 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണെങ്കിൽ ഏത് പ്രഷറിലും എക്സ്പ്ലോഷൻ നടക്കും. 460 ആണെങ്കിൽ ഏത് പ്രഷർ കൊടുത്താലും എക്സ്പ്ലോഷൻ നടക്കില്ല. പക്ഷേ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള റീജിയൻ ഈ ഇടയ്ക്കുള്ള ഭാഗമാണ്. 460 തൊട്ട് 600 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള ടെമ്പറേച്ചറുകളിൽ പ്രഷറിന് അനുസരിച്ച് ചിലപ്പോൾ എക്സ്പ്ലോഷൻ നടക്കാം, ചിലപ്പോൾ എക്സ്പ്ലോഷൻ നടക്കാതിരിക്കാം. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു സ്റ്റോഷിയോമെട്രിക് മിക്സർ ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ നമ്മൾ എടുത്തിരിക്കുന്നു. 500 ഡിഗ്രി സെൽഷ്യസ്, അതായത് 460നും 600നും ഇടയ്ക്കുള്ള ഒരു ടെമ്പറേച്ചറാണ് 500. 500 ഡിഗ്രി സെൽഷ്യസിൽ ഈ മിക്സർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ് വൈ ആക്സിസിൽ കൊടുത്തിരിക്കുന്നത്, എക്സ് ആക്സിസിൽ പ്രഷറാണ്. അപ്പോൾ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് 500 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ നമ്മൾ പ്രഷർ കൂട്ടി കൊണ്ടുപോകുന്നത് നമുക്ക് കാണാം. 260 പാസ്കൽ വരെ, അതാണ് ആദ്യത്തെ ലിമിറ്റ്. അതിനെ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ് എന്ന് പറയും, 260 പാസ്കൽ. അപ്പോൾ അത്രയും റീജിയണിൽ ദർ വിൽ നോട്ട് ബി എനി എക്സ്പ്ലോഷൻ. ആ റീജിയനെ നമ്മൾ റീജിയൻ ഓഫ് സ്റ്റഡി റിയാക്ഷൻ എന്ന് വിളിക്കും. അതിനുശേഷം 260 പാസ്കൽ തൊട്ട് 13 കിലോ പാസ്കൽ വരെ, 13 കിലോ പാസ്കൽ വരെ എക്സ്പ്ലോഷൻ വിൽ ഹാപ്പൻ. അപ്പോൾ 260 പാസ്കൽ വരെ എക്സ്പ്ലോഷൻ ഇല്ല, അതിനുശേഷം എക്സ്പ്ലോഷൻ തുടങ്ങും. പിന്നെ പ്രഷർ 13 കിലോ പാസ്കൽ, അതിനിടയ്ക്കുള്ള എല്ലാ പോയിൻറ്റുകളിലും എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ നമുക്കതിനെ എക്സ്പ്ലോഷൻ റീജിയൻ എന്ന് വിളിക്കാം. അപ്പോൾ ഈ 13 കിലോ പാസ്കലിനെ നമ്മൾ സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് എന്ന് വിളിക്കും. 260 എന്നുള്ളത് ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ്, 13 എന്നുള്ളത് സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. ഇനി പ്രഷർ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. 13 കിലോ പാസ്കൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എക്സ്പ്ലോഷൻ നടക്കില്ല. വീണ്ടും നമ്മൾ പ്രഷർ കൂട്ടിക്കൊണ്ട് വരുന്നു. 30 കിലോ പാസ്കലാണ് റീജിയൻ, അവിടെ വരെ സ്റ്റഡി റിയാക്ഷനാണ്. അപ്പോൾ 13നും 30നും ഇടയ്ക്ക് എക്സ്പ്ലോഷൻ ഇല്ല. ഇനി 30 എത്തിക്കഴിഞ്ഞു, മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ 30 കിലോ പാസ്കൽ എന്ന ആ പോയിൻറ്റിനെ നമ്മൾ തേർഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് എന്ന് വിളിക്കും. അപ്പോൾ 3 എക്സ്പ്ലോഷൻ ലിമിറ്റ് ഉണ്ട്. 260 പാസ്കലിൽ ഫസ്റ്റ് എക്സ്പ്ലോഷൻ, 13 കിലോ പാസ്കലിൽ സെക്കൻഡ് എക്സ്പ്ലോഷൻ, 30 കിലോ പാസ്കലിൽ തേർഡ് എക്സ്പ്ലോഷൻ. ഇത് 500 ഡിഗ്രി സെൽഷ്യസ് എന്ന ഒരു ടെമ്പറേച്ചറിൽ ഉണ്ടാകുന്ന വാല്യൂസാണ്. ടെമ്പറേച്ചർ വേരി ചെയ്യുമ്പം ഈ വാല്യൂസും മാറും. അപ്പോൾ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുത്ത് പഠിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് ചില അൺയൂഷ്വൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇനീഷ്യലി ലോ പ്രഷറിൽ എക്സ്പ്ലോഷൻ നടക്കുന്നില്ല. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കമ്പാരിറ്റീവ്ലി ഈസിയാണ്. പ്രഷർ കൂടുമ്പം
റിയാക്ഷൻ റേറ്റ് കൂടുന്നു, എക്സ്പ്ലോഷൻ നടക്കുന്നു. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ 260 തൊട്ട് 13 കിലോ പാസ്കൽ. പക്ഷേ 13 തൊട്ട് 30 വരെ എക്സ്പ്ലോഷൻ, പിന്നെ പ്രഷർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കുക, കമ്പാരിറ്റീവ്ലി നല്ല പ്രഷറായി, എങ്കിലും അവിടെ എക്സ്പ്ലോഷൻ നടക്കുന്നില്ല. അപ്പോൾ നമുക്കൊരു സാധാരണ എക്സ്പ്ലനേഷൻ പോരാതെ വരും. അതിനുശേഷം 30 കിലോ പാസ്കലിൽ എക്സ്പ്ലോഷൻ നടക്കും. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മുടെ സെമനോവും ഹിൻഷെൽവുഡും എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റും സെക്കൻഡ്, തേർഡ്, ഈ 3 എക്സ്പ്ലോഷൻ ലിമിറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യണം അവിടെ എന്താണ് സംഭവിക്കുന്നത്. കൂടാതെ ചില പ്രഷറിൽ എക്സ്പ്ലോഷൻ നടക്കുന്നു, മറ്റ് ചില പ്രഷറിൽ എക്സ്പ്ലോഷൻ നടക്കുന്നില്ല. ഈ കാര്യവും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. If the pressure is below 260 Pascal, the reaction is steady. Above this pressure, explosion occurs. അപ്പോൾ 260 പാസ്കലിന് താഴെ നമുക്ക് സ്റ്റഡി റിയാക്ഷൻ ആണ്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ എക്സ്പ്ലോഷൻ നടക്കും. ദിസ് ലിമിറ്റ് ഈസ് നോൺ ആസ് ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. ബിറ്റ്വീൻ 260 പാസ്കൽ ആൻഡ് 13 കിലോ പാസ്കൽ, 13 കിലോ പാസ്കൽ വരെ എക്സ്പ്ലോഷൻ occurs. If the pressure is between 13 and 30, 13നും 30നും കിലോ പാസ്കലിനിടയ്ക്ക് സ്റ്റഡി റിയാക്ഷൻ occurs. ബിലോ 13 കിലോ പാസ്കൽ എക്സ്പ്ലോഷൻ occurs. അതാണ് നമ്മൾ പറഞ്ഞ 260 തൊട്ട് 13 വരെ എക്സ്പ്ലോഷൻ നടക്കും. ദിസ് ലിമിറ്റ്, അതായത് 13 കിലോ പാസ്കൽ എന്നുള്ള ലിമിറ്റിനെ നമ്മൾ സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് എന്ന് വിളിക്കും. ദെൻ ദർ ഇസ് എ തേർഡ് ലിമിറ്റ് അറ്റ് 30 കിലോ പാസ്കൽ ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് തെർമൽ എക്സ്പ്ലോഷൻ ലിമിറ്റ് ഓർ തേർഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. ആ പോയിൻ്റ് തൊട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്ലോഷൻ സംഭവിക്കും. The explosion occurs between limits 1 and 2, does not involve a substantial rise in temperature. അപ്പോൾ നമ്മൾ കണ്ട 13 കിലോ പാസ്കലിനും 260 പാസ്കലിനും ഇടയിലുള്ള റീജിയനിൽ എക്സ്പ്ലോഷൻ നടക്കും. അവിടെ വലിയൊരു ടെമ്പറേച്ചർ ചേഞ്ച് ഒന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ എക്സ്പ്ലോഷനെ ഐസോതെർമൽ എക്സ്പ്ലോഷൻ എന്ന് വിളിക്കും. സോ ഇത് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. നമ്മൾ പ്രഷർ കൂട്ടിക്കൊണ്ട് വരുന്നു. 500 ഡിഗ്രി സെൽഷ്യസിലുള്ള കണ്ടീഷനാണ്. 260 പാസ്കൽ വരെ എക്സ്പ്ലോഷൻ ഇല്ല. ആ പോയിൻറ്റിനെ നമ്മൾ ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ് എന്ന് വിളിക്കുന്നു. അതിനുശേഷം 13 കിലോ പാസ്കൽ, അതാണ് സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. ഇതിനിടയ്ക്കുള്ള റീജിയനിൽ എക്സ്പ്ലോഷൻ നടക്കും. അതിനുശേഷം 13 കിലോ പാസ്കൽ എന്നുള്ള സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് തൊട്ട് 30 കിലോ പാസ്കൽ എന്നുള്ള തേർഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് വരെ റീജിയൻ ഓഫ് സ്റ്റഡി റിയാക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പ്ലോഷൻ ഇല്ല. 30 കിലോ പാസ്കൽ എന്നുള്ള തേർഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫർദർ ദർ വിൽ ബി എക്സ്പ്ലോഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സാഹചര്യം. ദെൻ ദീസ് ലിമിറ്റ്സ് ആർ സെൻസിറ്റീവ് ടു ടെമ്പറേച്ചർ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടീഷനിൽ കണ്ടത് 500 ഡിഗ്രി സെൽഷ്യസിലുള്ള വാല്യൂസാണ് കണ്ടത്. പക്ഷേ ടെമ്പറേച്ചർ മാറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ സീ ദാറ്റ് ദ ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ് ഈസ് ചേഞ്ചിങ് ആൻഡ് ഓൾസോ സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ് ആൻഡ് ഓൾസോ തേർഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. അതിൻ്റെ വാല്യൂസ് വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പ്രഷർ വ്യത്യാസം വരും, ടെമ്പറേച്ചറിനനുസരിച്ച് എക്സ്പ്ലോഷൻ നടക്കുന്ന പോയിൻറ്റുകൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇനി ഇതിന് നമുക്കൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. ആ എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സെമനോവും ഹിൻഷെൽവുഡും ചേർന്ന് ഒരു മെക്കാനിസം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മെക്കാനിസത്തിലേക്ക് നമുക്ക് പോകാം. ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ് റിയാക്ഷൻ. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് അവരാണ് റിയാക്ടൻസ്. 2 OH ഡോട്ട് റാഡിക്കലുകളുണ്ടായി. ഇപ്പോൾ 2 OH ഡോട്ട് റാഡിക്കലുകളുണ്ടായി. ദാറ്റ് ഈസ് ദ ഇനീസിയേഷൻ സ്റ്റെപ്പ്. സോ ഹൈഡ്രജൻ ഓക്സിജൻ ചേർന്ന് 2 OH ഡോട്ട് K1 ആണ് അടുത്ത റേറ്റ് കോൺസ്റ്റൻറ്റ്. ഇനി ഈ OH ഡോട്ട് റാഡിക്കൽ H2 മോളിക്യൂളുമായിട്ട് ചേർന്ന് വാട്ടർ ഉണ്ടായി, പ്ലസ് ഒരു H ഡോട്ട് റാഡിക്കൽ ഉണ്ടായി. ആ സ്റ്റെപ്പിനെ നമ്മൾ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ് എന്ന് വിളിക്കും. അതായത് ഒരു റാഡിക്കൽ കൺസ്യൂം ചെയ്തു, പുതിയ ഒരു റാഡിക്കൽ ഉണ്ടായി. അപ്പോൾ ഒന്ന് പോയി, നമുക്ക് ഒന്ന് കിട്ടി. അതാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക. ദിസ് H ഡോട്ട് റാഡിക്കൽ റിയാക്ട് വിത്ത് O2 മോളിക്യൂൾ ആൻഡ് ആസ് എ റിസൾട്ട് അവർ പ്രോഡക്ട്സ് വിൽ ബി OH ഡോട്ട് പ്ലസ് O ഡോട്ട്. അപ്പോൾ ഒരു റാഡിക്കൽ കൺസ്യൂം ചെയ്തു, നമുക്ക് 2 റാഡിക്കൽ കിട്ടി. അത്തരം സ്റ്റെപ്പുകളെയാണ് നമ്മൾ ബ്രാഞ്ചിങ് സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്. കാരണം ഈ 2 പേർക്കും മുന്നോട്ട് റിയാക്ഷനെ കൊണ്ടുപോകാനുള്ള കഴിവുണ്ട്. OH ഡോട്ട് ഈ സ്റ്റെപ്പ് കൊണ്ടുപോകും, O ഡോട്ട് അടുത്ത സ്റ്റെപ്പ് കൊണ്ടുപോകും.
ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ O ഡോട്ട് റാഡിക്കൽസ് H2 ആയിട്ട് റിയാക്ട് ചെയ്യും. യു വിൽ ഗെറ്റ് OH ഡോട്ട് ആൻഡ് H ഡോട്ട്. അപ്പോൾ ഇവിടെയും ഒരു റാഡിക്കൽ O ഡോട്ട് റാഡിക്കൽ കൺസ്യൂം ചെയ്തു, ഒരു OH ഡോട്ടും H ഡോട്ടും ഉണ്ടായി. അപ്പോൾ 2 റാഡിക്കലും ഉണ്ടായി. അപ്പോൾ ഈ 2 സ്റ്റെപ്പുകളും ബ്രാഞ്ചിങ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇനിസിയേഷൻ, പ്രൊപ്പഗേഷൻ, നൗ വി ഹാവ് ഗോട്ട് 2 ബ്രാഞ്ചിങ് സ്റ്റെപ്സ്. ബ്രാഞ്ചിങ് എന്താണെന്ന് നമുക്ക് ക്ലിയറായി മനസ്സിലാവും. ഓരോ റാഡിക്കൽ കൺസ്യൂം ചെയ്തു റിയാക്റ്റീവായിട്ടുള്ള ചെയിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന 2 പുതിയ റാഡിക്കലുകളുണ്ടായി. ഇവിടെ H ഡോട്ട് കൺസ്യൂം ചെയ്തു, OH ഡോട്ടും O ഡോട്ടും ഉണ്ടായി. ഇവിടെ O ഡോട്ട് ഒരെണ്ണം കൺസ്യൂം ചെയ്തു, OH ഡോട്ടും H ഡോട്ടും കൺസ്യൂം ചെയ്തു. അപ്പോൾ നമുക്ക് 2 ഹൈലി റിയാക്റ്റീവായിട്ടുള്ള റിയാക്ഷനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള റാഡിക്കൽ കിട്ടി. ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് ഈ H ഡോട്ട് റാഡിക്കൽ വോൾസിൽ, നമ്മുടെ കണ്ടെയ്നറിൻ്റെ വോൾസിലെത്താം. എന്നിട്ടത് H2 മോളിക്യൂളായി മാറി ടെർമിനേറ്റ് ചെയ്യപ്പെടാം. ഇല്ലെങ്കിൽ മറ്റൊരു മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യാം. 2 രീതിയിൽ ടെർമിനേഷൻ നടക്കാം. ഇപ്പോൾ ഈ 5 സ്റ്റെപ്പ് വഴിയാണ് നമ്മുടെ സെമനോവും ഹിൻഷൽവുഡും ഇതിൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഈ 1, 2, 3 എക്സ്പ്ലോഷൻ ലിമിറ്റുകൾ നമുക്ക് ഈ മെക്കാനിസം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യണം. അറ്റ് വെരി ലോ പ്രഷേഴ്സ്, ദാറ്റ് ഈസ് below 260 Pascal, the chain carriers can reach the walls of the container where they can combine. 260 പാസ്കൽ എന്ന് പറഞ്ഞാൽ പ്രഷർ കുറവാണ്. പ്രഷർ കുറവുള്ളപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൻ്റെ എണ്ണവും കുറവായിരിക്കും ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള. അപ്പോൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ലാസ്റ്റ് ടെർമിനേഷൻ സ്റ്റെപ്പ് അതൊരു സ്ലോ സ്റ്റെപ്പാണ്, നടക്കാൻ എളുപ്പമുള്ള സ്റ്റെപ്പല്ല. പക്ഷേ വേറൊരു മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ നമ്മുടെ വോൾസിൽ വരെ എത്തുകയും അത് നള്ളിഫൈ ചെയ്ത് റാഡിക്കലുകൾ ഇല്ലാതാകുകയും ചെയ്യും. അപ്പോൾ 260 പാസ്കലിന് താഴെ ഈ കാര്യം സംഭവിക്കാം. ദിസ് എക്സ്പ്ലെയിൻസ് ദ ഫസ്റ്റ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. അപ്പോൾ നമുക്ക് വളരെ ലോജിക്കലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. H ഡോട്ട് റാഡിക്കലുകൾ ഉണ്ടായി. അപ്പോൾ ആ H ഡോട്ട് റാഡിക്കലുകൾക്ക് ഒരു ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടാവില്ല. കാരണം അവിടുത്തെ പ്രഷർ കുറവായതുകൊണ്ട് ഓക്സിജൻ മോളിക്യൂളുകളുടെ എണ്ണം യൂണിറ്റ് വോളിയത്തിൽ കുറവായിരിക്കും. സോ ദേ ക്യാൻ റീച്ച് ദ വാൾസ്. Therefore there won't be any explosion below 260 Pascal. Then in this case the propagation reaction is exothermic and fast, but the reaction 5 is endothermic and is very slow below 600 degrees Celsius. അപ്പോൾ റിയാക്ഷൻ 5 എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വോൾസിലേക്ക് ഇടിക്കുന്ന ആ റിയാക്ഷനെയാണ്. അത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. പക്ഷേ 260 പാസ്കലിന് താഴെ പതിയെ ആണെങ്കിലും അവർ വോൾസ് വരെ എത്തും, റിയാക്ഷൻ നടക്കുകയും ചെയ്യും. അതേസമയം പ്രൊപ്പഗേഷൻ സ്റ്റെപ്പുകൾ വളരെ ഫാസ്റ്റായിട്ട് അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ അപ്പോൾ പ്രഷർ നമ്മളങ്ങ് ഇൻക്രീസ് ചെയ്തു, 260 പാസ്കലിന് മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ദ റേറ്റ് ഓഫ് ബ്രാഞ്ചിങ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ടെർമിനേഷൻ. കാരണം ഈ ടെർമിനേഷൻ റിയാക്ഷൻ സ്ലോ ആണ്, നിവൃത്തിയില്ലാത്തത് കൊണ്ട്, വേറൊരു ഓക്സിജൻ മോളിക്യൂളിനെ കിട്ടാത്തത് കൊണ്ടാണ് അവർ വോൾസ് വരെ എത്തി ടെർമിനേറ്റ് ചെയ്യപ്പെട്ടത്. പക്ഷേ അവിടെ ഓക്സിജൻ മോളിക്യൂളുകളുടെ എണ്ണം പ്രഷർ കൂടുമ്പോൾ കൂടും. സോ ബ്രാഞ്ചിങ് ചെയിൻ റിയാക്ഷൻ ക്യാൻ ഒക്കേഴ്സ്. അങ്ങനെയാകുമ്പോൾ ഫർദർ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യപ്പെടും. ആൻഡ് ആസ് എ റിസൾട്ട് എക്സ്പ്ലോഷൻ ഒക്കേഴ്സ് വെൻ പ്രഷർ ഈസ് ഇൻക്രീസ്ഡ്. പ്രഷർ കൂടുമ്പം ഈ വോൾസിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർക്ക് റിയാക്ട് ചെയ്യാനുള്ള മോളിക്യൂളുകളെ കിട്ടും. സോ ചെയിൻ reaction will take place, branching will take place, and as a result explosion will occurs. Thus explosion will happen between pressures 260 Pascal and 30 kilopascal. അപ്പോൾ 13 kilopascal വരെ ഇതാണ് സംഭവിക്കുന്നത്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല, ലോജിക്കൽ എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കാം. ബട്ട് വി ഹാവ് ടു എക്സ്പ്ലെയിൻ ദ സെക്കൻഡ് എക്സ്പ്ലോഷൻ ലിമിറ്റ്. അതായത് ഈ പണിയൊക്കെ 13 kilopascal വരെ നടക്കും. അതിനുശേഷം വീണ്ടും എക്സ്പ്ലോഷൻ ഇല്ലാതായി. ഇപ്പോൾ പ്രഷർ കൂടുമ്പോൾ കൂടുതൽ മോളിക്യൂൾ വരേണ്ടതാണ് അല്ലേ? അപ്പോൾ നമുക്ക് പക്ഷേ അവിടെ എക്സ്പ്ലോഷൻ ഇല്ല. ടു എക്സ്പ്ലെയിൻ ദിസ് ലിമിറ്റ്, ദാറ്റ് ഈസ് ദ സെക്കൻഡ് ലിമിറ്റ്, എ ന്യൂ ടെർമിനേഷൻ സ്റ്റെപ്പ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ മെക്കാനിസം. നമ്മൾ നേരത്തെ കണ്ട 5 എണ്ണത്തിനേക്കാൾ കൂടി ഒരെണ്ണം കൂടി നമ്മളിവിടെ ചേർക്കുന്നു. സോ അതാണ് ഇവിടുത്തെ കാണിച്ചിരിക്കുന്ന മെക്കാനിസം. ദിസ് H ഡോട്ട് റാഡിക്കൽ will react with the oxygen molecule and a second molecule M, and as a result we will get a new radical HO2 dot plus M. അപ്പോൾ H dot എന്നുള്ള റിയാക്റ്റീവ് റാഡിക്കൽ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള റാഡിക്കൽ ഒരു ഓക്സിജൻ, ഓക്കെ, പ്രഷർ കൂടുമ്പോൾ ആവശ്യത്തിന് ഓക്സിജൻ അവിടെ ഉണ്ട്,
ദെൻ എം എന്ന് പറഞ്ഞൊരു സെക്കൻഡ് മോളിക്യൂളുമായിട്ട് റിയാക്ട് ചെയ്യും. HO2 ഡോട്ടും എമ്മും അവിടെ ഫോർമേഷൻ നടന്നു. ഈ HO2 ഡോട്ട് എന്നുള്ളത് റാഡിക്കലാണ്, ബട്ട് ഇറ്റ് ഈസ് റിലേറ്റീവ്ലി അൺറിയാക്റ്റീവ്. അപ്പോൾ നമുക്ക് ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള H ഡോട്ട് കൺസ്യൂം ചെയ്യപ്പെട്ടു, പുതിയൊരു റാഡിക്കൽ നമുക്ക് കിട്ടി, പക്ഷേ ഇവൻ അത്ര റിയാക്റ്റീവ് അല്ല. HO2 ഡോട്ട് എന്നുള്ള റാഡിക്കലാണ്. ഇനി ഇവിടെ എം മേ ബി H2 ഓർ O2. ഇപ്പോൾ ചിലപ്പോൾ H2 ആവാം, അല്ലെങ്കിൽ O2 ആവാം. എനർജി കൊടുക്കാനുള്ള ഒരു മോളിക്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റാഡിക്കൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് അവിടെ ഇപ്പോൾ നമുക്ക് പ്രഷർ കൂടി കഴിഞ്ഞാൽ ആവശ്യത്തിലധികം H2O2 മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു റാഡിക്കലുമായിട്ട് ഒരേ സമയം ഒരു O2 മറ്റൊരു O2 മറ്റൊരു H2 ഒന്നേ സമയം വന്ന് ഇടിക്കാം. ആസ് എ റിസൾട്ട് ദിസ് വിൽ ഹാപ്പൻസ്. അപ്പോൾ ഈ റാഡിക്കൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് 13 kPa നമ്മുടെ റിയാക്ഷൻ സ്ലോ ഡൗൺ ചെയ്യുന്നത്. ദസ് ദർ വിൽ ബി എ സ്റ്റഡി റിയാക്ഷൻ ബിറ്റ്വീൻ 13 kPa ആൻഡ് 30 kPa. 13 തൊട്ട് 30 kPa വരെ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. H ഡോട്ട് എന്നുള്ള റിയാക്റ്റീവ് റാഡിക്കൽ ഇല്ലാതായി, പകരം HO2 ഡോട്ട് എന്നുള്ള റിയാക്ടിവിറ്റി കുറവുള്ള റാഡിക്കൽ നമുക്ക് ഫോർമേഷൻ ആകും. വീണ്ടും പ്രശ്നമായി. 30 kPa വീണ്ടും റിയാക്ഷൻ തുടങ്ങും, എക്സ്പ്ലോഷൻ തുടങ്ങും. The third explosion limit results from the fact that the following reaction diminishes the above said termination step. വീണ്ടും പ്രഷർ അങ്ങ് കൂടി കഴിയുമ്പോഴത്തേനും ഒരു കാര്യം സംഭവിക്കും. ഈ ഉണ്ടായ HO2 ഡോട്ട് റാഡിക്കലാണെങ്കിലും അൺറിയാക്റ്റീവായ മടിയനായ റാഡിക്കലാണവർ, അത് H2 ആയിട്ട് വീണ്ടും റിയാക്ട് ചെയ്യും. ആൻഡ് ആസ് എ റിസൾട്ട് വിൽ ഗെറ്റ് വാട്ടർ മോളിക്യൂൾ H2O ആൻഡ് ആൻ OH ഡോട്ട് റാഡിക്കൽ. ഈ OH ഡോട്ട് റാഡിക്കൽ വീണ്ടും റിയാക്റ്റീവാണ്, ഹൈലി റിയാക്റ്റീവാണ്. നമുക്കിവിടെ സംഭവിക്കുന്നത് മടിയനായ അൺറിയാക്റ്റീവായിട്ടുള്ള HO2 ഡോട്ട് റാഡിക്കൽ കൺസ്യൂം ചെയ്യുകയും ഹൈലി റിയാക്റ്റീവായിട്ടുള്ള OH റാഡിക്കൽ പുതുതായിട്ടുണ്ടാകുകയും ചെയ്യും. ഈ OH റാഡിക്കലിനെ വീണ്ടും നമുക്ക് ചെയിൻ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യാം, ബ്രാഞ്ചിങ് ചെയിൻസ് കൊണ്ടുവരാം. സോ എക്സ്പ്ലോഷൻ വിൽ happen, and as a result reaction rate further increases and leads to explosion after 30 kPa. So that is the third explosion limit. അപ്പോൾ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഇത് മൂന്നെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. ഇനി നമുക്കിതിനൊരു കൈനറ്റിക് എക്സ്പ്ലനേഷൻ കൊടുക്കണം. ഈ ലിമിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. സോ സെമനോവ് ആൻഡ് ഹിൻഷെൽവുഡ്, സെമനോവിന് രണ്ട് രീതിയിൽ സ്പെല്ലിംഗ് കൊടുക്കാറുണ്ട്, സെമനോവെന്നും സെമനോഫെന്നും. സോ സെമനോവ് ആൻഡ് ഹിൻഷെൽവുഡ് ഗേവ് ദ തിയറി ഓഫ് സച്ച് റിയാക്ഷൻസ്. Their theory can be understood by considering the following schematic reaction mechanism. അപ്പോൾ നമുക്ക് ആ കൈനറ്റിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ കണ്ട റിയാക്ഷനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. സോ വി ഹാവ് ഗോട്ട് എ റിയാക്ടൻ്റ് എ ദാറ്റ് വിൽ ഗീവ് എ റാഡിക്കൽ R. ആ സ്റ്റെപ്പിലെ റേറ്റ് കോൺസ്റ്റൻറ്റ് K1 ആണ്. ഇനി R വിൽ റിയാക്ട് വിത്ത് A. That is a reactant. We'll get a product P and new radicals are formed. അപ്പോൾ ആൽഫ ആർ എന്ന് കാണിച്ചിരിക്കുന്നത് ഒന്നിലധികം റാഡിക്കലുകൾ ഉണ്ടായി എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ്. സോ നമുക്കൊരു ബ്രാഞ്ചിങ് ചെയിൻസ് അവിടെ കിട്ടി. ദാറ്റ് ഇസ് എ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, എ ബ്രാഞ്ചിങ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. റൈറ്റ് അവിടുത്തെ K2 ആയിട്ട് എടുത്തു. ദെൻ R ഡിസ്ട്രക്ഷൻ നടക്കുന്നു, ടെർമിനേഷൻ നടത്തുന്നു. അവിടുത്തെ റേറ്റ് കോൺസ്റ്റൻറ്റ് K3. വേർ A is the reactants, P is the product, R is the active chain carrier, and alpha is the number of chain carriers produced by one carrier in the propagation step. നമ്മുടെ H2O2 റിയാക്ഷൻ്റെ കേസിൽ ഈ രണ്ട് സ്റ്റെപ്പുകളിലും അത് രണ്ടാണ്. The destruction of the chain carriers may be either due to collision with the walls of the vessel or with other molecules in the gas phase. നമുക്ക് രണ്ട് രീതിയിൽ ചെയിൻ കാരിയർ ഇല്ലാതാവാം. വോൾസിൽ പോയി ഇടിച്ചില്ലാതാവാം, ഇല്ലെങ്കിൽ മറ്റൊരു മോളിക്യൂളുമായിട്ട് ഇടിച്ച് ഇല്ലാതാവാം. ദെൻ നമുക്ക് ആ ചെയിൻ കാരിയർ അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്, അതിൻ്റെ റേറ്റ് ഓഫ് ഫോർമേഷൻ നോക്കാം. dr/dt is equal to K1 into A minus K2 into R into A. അതായത് റാഡിക്കൽ അവിടെ കൺസ്യൂം ചെയ്തു, പക്ഷെ അതേ സ്റ്റെപ്പിൽ തന്നെ റാഡിക്കൽ പുതുതായി ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആൽഫ K2 into R into A minus K3 into R equal to 0. അപ്പോൾ dr/dt equal to this one എന്നുള്ള എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ ഈക്വൽ ടു 0 ഇടുന്ന കാരണം വി ക്യാൻ അപ്ലൈ സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ. ഇവിടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണ്, ഈക്വൽ ടു 0 എന്ന് നമുക്ക് കൊടുക്കാം. ഓൺ അപ്ലൈയിങ് സ്റ്റഡി സ്റ്റേറ്റ് അപ്രോക്സിമേഷൻ നമുക്കിതിനെ
ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കാം. സോ K1 into A is equal to R into K2 into A minus alpha K2 A plus K3. അപ്പോൾ ആറുള്ള ടേംസിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു, K1 into A ഒരു സൈഡിലും കൊണ്ടുവന്നു. ദെൻ അവിടെ നിന്ന് ആറിന് നമുക്കൊരു എക്സ്പ്രഷൻ കൊടുക്കാം. R, that is radical concentration, is equal to K1A divided by K2 into A minus alpha K2A plus K3. That is R is equal to K1 into A divided by K2 into A into 1 minus alpha plus K3. അപ്പോൾ ആൽഫ എന്താണ്? എത്ര പുതിയ റാഡിക്കലുകൾ ഒരെണ്ണം കൺസ്യൂം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്നാണ്. ഇനി ഈ K3 എന്ന കോൺസ്റ്റന്റ് ദേ ക്യാൻ ബി റിട്ടൺ ആസ് എ സം ഓഫ് ടു ടേംസ്, KW ആൻഡ് KG. അതായത് ടെർമിനേഷൻ രണ്ട് രീതിയിൽ നടക്കാം. വോൾസിൽ പോയി ഇടിക്കാം, അവിടുത്തെ റേറ്റ് കോൺസ്റ്റന്റ് KW. ഗ്യാസ് ഫേസ് റിയാക്ഷൻസ് വഴി ഇല്ലാതാവാം, അതിനെ നമ്മൾ KG എന്ന് വിളിക്കും. ടു അനലൈസ് ദ ലിമിറ്റിംഗ് ഫോംസ് ഓഫ് ദ ഇക്വേഷൻസ്, ഈ ഇക്വേഷനെ നമുക്കൊന്ന് രണ്ട് രീതിയിൽ പരിഗണിക്കാം. രണ്ട് കേസ്. ഒന്ന് ആൽഫ ഈക്വൽ ടു 1. ആ കേസിൽ നോക്കുക, ആൽഫ ഈക്വൽ ടു 1 ആണെങ്കിൽ 1 മൈനസ് 1 ആവും, ഇത് 0 ആവും. സോ ദിസ് ടൈം ബിക്കംസ് 0. സോ R ഈസ് ഈക്വൽ ടു K1A ബൈ K3. കമ്പാരിറ്റീവ്ലി ഒരു സ്റ്റഡി കണ്ടീഷനാണ് നമുക്കവിടെ കിട്ടുന്നത്. റേറ്റ് ആറിൻ്റെ കോൺസെൻട്രേഷൻ എയുടെ കോൺസെൻട്രേഷന് പ്രൊപ്പോർഷണലായിരിക്കും. സോ ഇൻ ദാറ്റ് കേസ് the reaction where each propagation sequence led to the formation of a molecule of the product and the regeneration of only one chain carrier. Therefore, only one chain carrier will be formed and rate will be comparatively controllable. So, such chain reactions are termed as non-branched or stationary chain reactions. അങ്ങനെയാണ് നടക്കുന്നത്. ആൽഫ 1 ആണെങ്കിൽ there won't be any explosion. In such cases, the radical concentration is proportional to the ratio of its rate of formation to the rate of destruction. അപ്പോൾ എത്ര ഉണ്ടായോ അത്രമാത്രം കൺസ്യൂം ചെയ്യപ്പെടും. there won't be any explosion. But if alpha is greater than 1, that is more than one chain carriers are produced in the propagation sequence, the chain is then called a non-stationary or branched chain. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ആറിൻ്റെ കോൺസെൻട്രേഷൻ 1 മൈനസ് ആൽഫ എന്നുള്ളത് 1 മൈനസ് 2 ആയി, ഇവിടെ അതൊരു നെഗറ്റീവ് ക്വാണ്ടിറ്റി ആയി. ആ വാല്യൂ K3 കൂടെ ചേർന്ന് ചിലപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ വളരെ കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ എക്സ്പ്ലോഷൻ സംഭവിക്കാം. ദ ചെയിൻ ഈസ് ദെൻ കോൾഡ് എ നോൺ സ്റ്റേഷനറി ഓർ ബ്രാഞ്ച്ഡ് ചെയിൻസ്. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കണ്ടീഷൻ അവിടെ കൊടുക്കാം. K2 ഇൻറ്റു 1 മൈനസ് ആൽഫ ഇൻറ്റു A ഇസ് ഈക്വൽ ടു മൈനസ് KW പ്ലസ് KG. അതായത് ഡിനോമിനേറ്റർ ഓൾമോസ്റ്റ് 0 ആകുന്ന അവസ്ഥ. അപ്പോൾ ഡിനോമിനേറ്റർ 0യിലേക്ക് ആയിക്കഴിഞ്ഞാൽ ആ കോൺസെൻട്രേഷൻ ആൾമോസ്റ്റ് ഇൻഫിനിറ്റിയിലേക്ക് അടുക്കും. അപ്പം ഡിനോമിനേറ്റർ 0 ആയിലേക്ക് പോയിക്കോറും കോൺസെൻട്രേഷൻ ഇൻഫിനിറ്റിയിലേക്ക് വരും. ഇൻഫിനിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അൺകൺട്രോൾഡ് ചെയിൻ റിയാക്ഷൻ നടക്കും ആൻഡ് ആസ് എ റിസൾട്ട് explosion can happen, and this is the condition for explosion limit. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോഷൻ സംഭവിക്കാം. എക്സ്പ്ലോഷൻ ലിമിറ്റിൻ്റെ ഒരു കൈനറ്റിക് സിറ്റുവേഷനാണ് ഈ ക്രിട്ടിക്കൽ കണ്ടീഷൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് H2O2 റിയാക്ഷൻസിനെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ സെമനോവ് ഹിൻഷെൽവുഡ് എന്ന മെക്കാനിസം ഉപയോഗിച്ച് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലോഷൻസ് ചില പ്രഷറിൽ നടക്കും, ചിലതിൽ നടക്കില്ല. അവിടെ 3 എക്സ്പ്ലോഷൻ ലിമിറ്റുകളുണ്ട്, 1, 2, 3. അത് മൂന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ആൻഡ് ഓൾസോ വി നീഡ് ടു എക്സ്പ്ലെയിൻ ദ ക്രിട്ടിക്കൽ കണ്ടീഷൻ ഫോർ ദ എക്സ്പ്ലോഷൻ ലിമിറ്റ്.